ഹലോ, നമസ്കാരം. ഇന്നലെ ആയിരുന്നു ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് രണ്ടാമത്തെ ODI. ഇന്ത്യൻ്റെ ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. ഒന്ന് രണ്ട് പ്ലേയേഴ്സ് ഒഴികെ ബാക്കി ആരും അത്ര നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട. നല്ല സ്റ്റാർട്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്റ്റാർട്ടായിരുന്നു. ഗില്ലും രോഹിത് ശർമ്മയും കൂടെ അത്യാവശ്യം നല്ല സ്റ്റാർട്ടായിരുന്നു. പക്ഷേ രോഹിത് ശർമ്മക്കും ഗില്ലിനും അവരെ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. രോഹിത് ശർമ്മ 26 റൺ ഔട്ടായി, അതേപോലെ തന്നെ ഗില്ല് 30-31 റണ്ണിന് ഔട്ടായി. ആകെ കളിച്ചത് കോഹ്ലി ഒരു 50 അടിച്ചു, അതേപോലെ തന്നെ ശ്രേയസ് അയ്യർ രണ്ടാളും ഏകദേശം 65 റണ്ണാണ് സ്കോർ ചെയ്തത്. അതിനുശേഷം കോഹ്ലിൻ്റെ ശ്രേയസ് അയ്യറിൻ്റെ ഈ പാർട്ട്ണർഷിപ്പിന് ശേഷം വന്നവരൊന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇഷാൻ കിഷൻ വന്ന അവിടെ ഔട്ടായി, അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ കളിച്ചില്ല, അതേപോലെ തന്നെ അക്ഷർ പട്ടേൽ, പിന്നെ ശിവൻ ഡൂബെ ഒന്നും കളിച്ചില്ല. ഈ ശിവൻ ഡൂബിൻ്റെ പൊസിഷൻ 8ാം സ്ഥാനത്താണ്. 6 വിക്കറ്റ് പോയതിന് ശേഷം 8ാമതാണ് ശിവൻ ഡൂബിനെ ഇറക്കുന്നത്. അതിനോട് ഞാൻ യോജിപ്പില്ല. കുറച്ച് നേരത്തെ ഒരു 7ാമതും ഇറക്കണമായിരുന്നു. അതിന് ചെറിയ ബാറ്റിംഗ് ഓർഡറിൽ ക്രൈസിസ് ഇപ്പവും നിലനിൽക്കുന്നുണ്ട്. 1-2 പ്ലെയർ കളിച്ചുകൊണ്ട് മാത്രം അങ്ങനെ ജയിക്കാനുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്നലെ 50 ഓവറുകളിൽ 44 ഓവർ വരെ കളിച്ചിട്ട് 6 ഓവർ ബാക്കിയാണ്. 6 ഓവർ 36 ബോൾ ഇനിയും ബാക്കിയാണ്. 233 റണ്ണ് എടുത്തത്. നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ജോ റൂട്ട് നല്ല നമ്മൾ ജോ റൂട്ട് പറയുന്നുണ്ട്, ടെസ്റ്റിൽ ജോ റൂട്ട് ഗ്രേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വൺ ഡേയിലും ജോ റൂട്ട് ഗ്രേറ്റ് ആണ്. കാരണം റീസെൻറ്റ് പെർഫോമൻസ് അത്രയും ബെറ്റർ ആണ്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. വൺ ഓഫ് ദി ഇംഗ്ലണ്ട്സ് ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയാം നമുക്ക്. കാരണം വൺ ഡേയും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ടെസ്റ്റും സൂപ്പറാണ്. 2020 കുറവാണ്, എന്നാൽ 2020 കുറച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റും വൺ ഡേയും നല്ല സൂപ്പറായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബോളിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല. ബാറ്റിംഗ് ആണ് ഇന്നത്തെ കളി നമ്മൾ തോൽപ്പിച്ചത്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ആ പ്ലേയേഴ്സിൻ്റെ പൊസിഷനിൽ ഒരു ഉറപ്പ് വന്നാൽ മാത്രമേ ശരിയാവില്ല. എല്ലാവരും ഷഫിൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നം ആ ബാറ്റ്സ്മാനെയും ബാധിക്കും. അതേപോലെ തന്നെ ഇന്നലെ കളി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നത് ഇന്ത്യൻ ഫാൻസിനും അതേപോലെ തന്നെ രോഹിത് ശർമ്മ ഫാൻസിനും ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പിലേക്ക് ഇന്ത്യ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് സെലക്ടർമാർ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത്. ഒരു 75%, 90 എന്ന് പറയുന്നത് 75% ഏകദേശം അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യുന്ന സോഴ്സസ് എന്നാണ് അത് വന്നത്. പക്ഷെ അത് അങ്ങോട്ട് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പ് കളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രോഹിത് ശർമ്മ ഫൈനൽ ODI ലോർഡ്സിൽ നടക്കുന്ന 19 ലോർഡ്സിൽ നടക്കുന്ന മാച്ച് രോഹിത്തിൻ്റെ ഫൈനൽ ODI ആവുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം രോഹിത് ശർമ്മ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്ത്യാസ് ഓപ്പണർ. വൺ ഡേയിലും 2020 ഇന്ത്യൻ്റെ കിടിലൻ ബാറ്റ്സ്മാനാണ്. പണ്ട് കാര്യമില്ല, എന്താ അവസ്ഥ എന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഒരു 75%-ഓളം 2027 വേൾഡ് കപ്പ് രോഹിത് ശർമ്മ കളിക്കാൻ ചാൻസ് ഇല്ലാന്നാണ് വന്ന റിപ്പോർട്ട് പ്രകാരം പറയാൻ കഴിയുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഉറപ്പിച്ച് ഒഫീഷ്യലായിട്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നില്ല. അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. രോഹിത് ശർമ്മ 27 വേൾഡ് കപ്പ് കളിച്ചേ പറ്റൂ. അത് ഇന്ത്യൻ്റെ ആവശ്യമാണ്, ഇന്ത്യൻ ടീമിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, സീ യു.